സീതാന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ട വാനരപ്പട പുറപ്പെടാൻ തുടങ്ങിയ സമയത്ത് വാനര രാജാവായ സുഗ്രീവൻ അവർക്കൊരു ഉഗ്രശാസ്ത്രം നൽകി. 1 മാസത്തിനുള്ളിൽ സീതാദേവിയെക്കുറിച്ച് അന്വേഷിച്ച് വിവരം നൽകണം. അതിന് കഴിയാത്തവർക്കുള്ള ശിക്ഷ മരണമായിരിക്കും. അത് കേട്ട് കൂട്ടത്തിലെ ധൈര്യശാലികൾ പോലും പേടിച്ചുപോയി. 1 മാസം കഴിഞ്ഞു. കാലാവധി തീർന്നു. രാപ്പകലില്ലാതെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും വാനരന്മാർക്ക് സീതാദേവിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ദൗത്യം പരാജയപ്പെട്ടാൽ മരണശിക്ഷ ലഭിക്കുമെന്നതാണ് രാജകൽപ്പന. തോൽവി സമ്മതിച്ച് മടങ്ങിപ്പോകുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് എന്ന തീരുമാനത്തിൽ യുവരാജാവ് കൂടിയായ അംഗദൻ എത്തിച്ചേർന്നു. പ്രശ്നം ഹനുമാന്റെ ചെവിയിലുമെത്തി. ഉടൻ തന്നെ ഹനുമാൻ അംഗദന്റെ അരികിലെത്തി ആശ്വസിപ്പിച്ചു. അതോടെ അംഗദൻ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. വീണ്ടെടുത്ത വീറോടെ വീണ്ടും സീതയെ തേടി തെക്കോട്ട് യാത്ര തുടർന്ന് മഹേന്ദ്രപർവ്വതത്തിലെത്തി. അഗാധമായ സമുദ്രമാണ് മുന്നിൽ. സമുദ്രത്തിന് മുന്നിൽ വഴിമുട്ടിയ വാനരന്മാർ വീണ്ടും നിരാശരായി ജീവത്യാഗത്തിനൊരുങ്ങി. അവിടെ എത്തിയ കഴുകൻ സമ്പാദി വിവരമറിഞ്ഞു. ഒരിക്കൽ ജീവിതം അടുത്ത് കാട്ടുതീയിൽ ചാടി മരിക്കാൻ തീരുമാനിച്ചപ്പോൾ ലോകനന്മ ചെയ്താൽ സൽഫലമുണ്ടാകുമെന്ന് പറഞ്ഞ ചന്ദ്രമാമുനിയുടെ തത്വോപദേശം അപ്പോൾ സമ്പാദി ഓർത്തു. അശോകവനത്തിൻ്റെ നടുക്ക് ശിംശപ വൃക്ഷച്ചുവട്ടിൽ രാക്ഷസികളുടെ കാവലിൽ സീതാദേവി ഇരിപ്പുണ്ടെന്നും കഴുകനായതിനാൽ തനിക്ക് ദേവിയെ കാണാൻ കഴിയുമെന്നും അവരോട് പറഞ്ഞു. അന്വേഷണത്തിന് ഫലമുണ്ടായതിൽ അംഗദൻ അളവറ്റ് സന്തോഷിച്ചു. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളരരുതെന്നും ജീവൻ വെടിയാൻ തീരുമാനിക്കുന്നത് പരിഹാരമാർഗമല്ലെന്നുമുള്ള മഹത്തായ സന്ദേശമാണ് ഈ കഥ നമുക്ക് പകർന്നു തരുന്നത്.